കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിന് മുന്നിൽ സിപിഐഎം പ്രവർത്തകർ കരിയോയിൽ ഒഴിച്ചതിൽ പ്രതിഷേധിച്ച സിപിഐഎം ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചുമായിട്ട് ബിജെപി എത്തിയിരുന്നു. വൻ പ്രതിഷേധമാണ് അരങ്ങേറിയത്. പരസ്പരം കൂട്ടത്തല്ലായി അത് മാറുകയായിരുന്നു. സംഘർഷമുണ്ടാക്കിയവരെ പോലീസ് വളഞ്ഞിട്ട് പിടിക്കുകയായിരുന്നു. സിപിഐഎം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കാണ് ബിജെപി പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞിരുന്നു. പ്രദേശത്ത് ബിജെപി സിപിഎം പ്രവർത്തകർ ഏറ്റുമുട്ടി. പ്രദേശത്ത് പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിരിക്കവെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും തൃശൂരിലേക്ക് എത്തുന്നത്. വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ മാധ്യമങ്ങൾ പ്രതികരണം തേടിയെങ്കിലും മൗനം തുടരുകയായിരുന്നു. തൃശൂർ എടുക്കാൻ കാണിച്ച ധൃതിയൊന്നും ഇപ്പോൾ ഇല്ല എന്ന് തോന്നുന്നു. രാത്രി സംഘടിപ്പിച്ച സിപിഎം ഓഫീസ് മാർച്ചിനിടെ പരിക്കേറ്റ ബിജെപി പ്രവർത്തകരെ ആശുപത്രിയിലെത്തി കാണുകയും ചെയ്യും സുരേഷ് ഗോപി. അതിനിടെ ഇന്ന് പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് ബിജെപി മാർച്ചും സംഘടിപ്പിക്കുന്നുണ്ട്. വോട്ടർ പട്ടിക ക്രമക്കേടിൽ സുരേഷ് ഗോപിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും കേന്ദ്രമന്ത്രി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഡൽഹിയിലും മാധ്യമപ്രവർത്തകർ പ്രതികരണം തേടിയെങ്കിലും സുരേഷ് ഗോപി ഒഴിഞ്ഞുമാറുകയായിരുന്നു. വിഷയത്തിൽ തൃശൂരിൽ പ്രതികരിക്കുമോ എന്നാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്. സുരേഷ് ഗോപി എംപിയുടെ ഓഫീസ് ബോർഡിൽ കരിയോയിൽ ഒഴിച്ചതിനാണ് ബിജെപി പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സുരേഷ് ഗോപിയുടെ എംപി ക്യാമ്പസ് ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ച എംപിയുടെ പേരെഴുതിയ ബോർഡിലേക്കാണ് വിപിൻ എന്നാൾ കരിയോയിൽ ഒഴിച്ച് പ്രതിഷേധിച്ചത്. ഇതിന് പിന്നാലെയാണ് സിപിഐഎം ഓഫീസിലേക്ക് ബിജെപി പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിക്കുകയും സംഭവം സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തത്. സംഘർഷഭരിതമായ തൃശൂരിന്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം. സുരേഷ് ഗോപിയുടെ ഓഫീസ് ബോർഡിൽ കരിയോയിലൊഴിച്ച് സിപിഎം പ്രവർത്തകർ ബോർഡിൽ ചെരുപ്പുമാല അണിയിച്ചു. ഞാനിപ്പോ ഒരു മലയാളി ആയതുകൊണ്ട് ഒരു മലയാളി ആയതുകൊണ്ട് തൃശ്ശൂരിന്റെ പ്രതിഷേധം തൃശ്ശൂരിന്റെ പ്രതിഷേധം എന്റെ വ്യക്തിപരമായ പ്രതിഷേധം ജനാധിപത്യ അട്ടിമറിച്ചു പോകുന്നുണ്ടോ? ചേട്ടാ എന്താ ഇങ്ങനെ ഒരു ശക്തമായ പ്രതിഷേധത്തിലേക്ക്? എന്റെ ഒരു വ്യക്തിപരമായ ഒരു പ്രതിഷേധം മാത്രമാണത്. എനിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റുന്നത് മാത്രമല്ല ആശ്വാസം. അറസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല? ഇല്ല, കുഴപ്പമില്ല. ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിലും ഒരു വോട്ട് ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലും എനിക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റുന്നുള്ളത് മാത്രം. എന്തുകൊണ്ട് എങ്ങനെ കരിയോയിലൊക്കെ ഒഴിക്കാന്ന് തീരുമാനിച്ചു? അങ്ങനെ കരിയോയിൽ മാത്രം ഒഴിച്ചുള്ളൂ, അത് മാത്രമാണ് ഈ പ്രതിഷേധം. അടുത്ത പ്രതിഷേധത്തിലേക്ക് പോകാനാണ് തീരുമാനം? ഇല്ല, തീർച്ചയായിട്ടും ഇത് മാത്രമേ തന്നെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം നടക്കുന്നത് പോലെ അമ്പലം പൊളിക്കാനോ പള്ളി പൊളിക്കാനോ നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മൾ ജനാധിപത്യം മതത്തിന് ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനമാണ്. ഒരു സാധാരണ ഒരു പൊതുപ്രവർത്തനം എന്നുള്ള രീതിയിലും ഒരു അണിയെന്ന രീതിയിലും അത് മാത്രം ഇതിന്റെ പേര് കേസെടുത്താലും പ്രശ്നമില്ല, കുഴപ്പമില്ല. എന്ത് വന്നാലും കേസെടുക്കാൻ തയ്യാറാണ്. ഒറ്റയ്ക്കുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള തീരുമാനത്തിന്റെ പേരിലാണ് സംഘടിപ്പിച്ചത്. ഈ മാർച്ച് ഈ സുരേഷ് ഗോപിയുടെ ഓഫീസിന് സമീപത്ത് വെച്ച് ചെറിയൊരു പ്രതിഷേധം മാത്രം ഞാൻ അറിയിച്ചു മാത്രം. ചേട്ടാ സിപിഎം കാരനാണോ? പൊതുപ്രവർത്തകനാണ്, പാർട്ടി പ്രവർത്തകനാണ്, അനുഭാവിയാണ്. ഘടകത്തിലുണ്ടോ? ഹലോ, എന്താ സാറേ? ഘടകത്തിലുണ്ടോ? ഇല്ല 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 ഒരു പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ മാത്രം. മറ്റുള്ള സംസ്ഥാനങ്ങളെല്ലാം നടക്കുന്നതിനുള്ള ഒരു പ്രതിഷേധം മാത്രമാണ് ഞാൻ ചെയ്തത്.